കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ പ്രതിഷേധം. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയെന്നാരോപിച്ച നൂറുകണക്കിന് യാത്രക്കാർ പ്രതിഷേധിക്കുകയാണ്. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കെന്നാണ് കമ്പനി നൽകുന്ന വിശദീകരണം. ടിക്കറ്റ് എടുത്തിരുന്നാണ്. അപ്പോൾ അവർ പറയുന്നത് കണക്കൂട്ട് നാളെ വേണ്ടതാണ് പറയുന്നത്. അപ്പോൾ നാളത്തേക്ക് റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പറിൽ ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. നിങ്ങൾ വിസ നാളെ ക്യാൻസലാണ്. ഇന്നാണ് ഞാൻ കൂട്ടിയപ്പോൾ, പിന്നെ അവിടുന്ന് അവർ അതോറിറ്റി കൂട്ടിയപ്പോൾ നാളെ കൊണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഷെഡ്യൂൾ കണ്ടെത്താൻ നമ്മൾ യാത്ര അയക്കാം. അത്രയും നമ്മൾ ഇന്ന് അതായത് അർജൻറ്റായിട്ട് എത്തേണ്ടവരുണ്ട്. ഓൾ ഇന്ത്യ ലെവലിലാണ് ഇവർ പറയുന്നത്. പക്ഷേ ഓൾ ഇന്ത്യ ലെവലിലല്ല. ഇപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഒരു ഇൻസിഡന്റ് ആണ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫ്ലൈറ്റ് തുടങ്ങുന്നതിന് 2 മണിക്കൂർ മുന്നെയാണ് ഈ ക്രൂ ഇൻസിഡന്റ് ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യം, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. ആദ്യം കണ്ണൂരിലേക്ക്. സജോ, ഇപ്പോഴും യാത്രക്കാരുടെ പ്രതിഷേധം തുടരുകയാണോ? ഈ ഫ്ലൈറ്റുകൾ റദ്ദാക്കി എന്നുള്ളത് വസ്തുതയാണ്. അതിന് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കമ്പനി തയ്യാറായിട്ടുണ്ടോ? ഇപ്പോൾ ഒരു യാത്രക്കാരന്റെ പ്രതികരണം കേട്ടു. ഇവിടെ കേരളത്തിൽ ഓൾ ഇന്ത്യ ലെവലുള്ള പ്രശ്നമാണെന്ന് കമ്പനി പറയുമ്പോഴും ഹൈദരാബാദിൽ നടക്കം ഫ്ലൈറ്റുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇതിവിടെ മാത്രമുള്ള പ്രശ്നമാണെന്ന് അവർ പറയുന്നു. പലർക്കും ഇന്ന് തന്നെ അവിടെ എത്തേണ്ട സ്ഥിതിയുണ്ട്. അതെല്ലാം തന്നെ താറുമാറിലാവുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ എന്താണ് നിലവിലെ അവസ്ഥ കണ്ണൂരിൽ? പ്രജിൻ, കണ്ണൂരിൽ ഇപ്പോഴും യാത്രക്കാരുടെ പ്രതിഷേധം തുടരുകയാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച യാത്രക്കാരൻ തന്നെ സൂചിപ്പിച്ച കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ വിസ ഇന്ന് റദ്ദാകും, ഇന്ന് തന്നെ യാത്ര ചെയ്യണം, ഇന്ന് തന്നെ അവിടെ എത്തി വിസ പുതുക്കേണ്ടതുണ്ട്. അത്തരം അടിയന്തര സാഹചര്യമുള്ള യാത്രക്കാരടക്കമുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, യാതൊരു മുന്നറിയിപ്പും യാത്രക്കാർക്ക് ലഭ്യമായിരുന്നില്ല. 3 വിമാനങ്ങളാണ് കണ്ണൂരിൽ നിന്ന് പുറപ്പെടേണ്ട 3 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. ആ 3 വിമാനങ്ങളിൽ പുറപ്പെടേണ്ട 100-ലധികം യാത്രക്കാരാണ്. അവർ അർദ്ധരാത്രിയിലും പുലർച്ചെയും ഒക്കെയായി യാത്രയ്ക്കായി എത്തിയിരുന്നവരാണ്. അവർ ഇവിടെ എത്തിയതിനു ശേഷമാണ് വിമാനം റദ്ദാക്കിയ വിവരം അറിയുന്നത്. ഇത് സംബന്ധിച്ച് കമ്പനി പ്രതിനിധികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് തങ്ങൾ നിസ്സഹായരാണ്, ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ്, ഇത് രാജ്യവ്യാപകമായ പ്രതിഷേധമാണ്, ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കാൻ അതുകൊണ്ട് ഇപ്പോൾ മതിയായ സാഹചര്യമില്ല എന്നതായിരുന്നു അവർ വിശദീകരിച്ചത്. അതിൽ യാത്രക്കാർ പറയുന്നത് മറ്റ് രാജ്യത്തെ പല വിമാനത്താവളങ്ങളിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത് ഇവരുടെ വാദം ശരിയല്ല, മറ്റ് കാരണങ്ങളാണ്, അത് മറികടക്കാനാണ് പണിമുടക്ക് എന്ന വിശദീകരണം പറയുന്നത് എന്നാണ് യാത്രക്കാർ പറയുന്ന ഒരു കാര്യം. പക്ഷെ അപ്പോഴും അവരുടെ കണ്ണൂർ വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കമ്പനി പ്രതിനിധികൾ പറയുന്നത് ഇത്തരം ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളതെന്നതാണ്. ഷാർജ, മസ്കറ്റ്, അബുദാബി എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട 3 വിമാനങ്ങളാണ് ഇവിടെ റദ്ദായതും. അതുകൊണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചു പേരൊക്കെ മടങ്ങിപ്പോയിട്ടുണ്ട്. അവശേഷിക്കുന്ന ആളുകൾ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകണം, ബദൽ ക്രമീകരണം സംബന്ധിച്ച് അറിയിപ്പ് വേണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അവർ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പോ അല്ലെങ്കിൽ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ യഥാവിധം പരിഹരിക്കുന്നതിന് ആവശ്യമായ എന്തെങ്കിലും ഒരു പരിഹാര നിർദ്ദേശമോ ഉറപ്പോ ഒന്നും ഇതുവരെ കമ്പനി പ്രതിനിധികൾ നൽകിയിട്ടില്ല എന്നതാണ് ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയും ആളുകൾ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. വലിയ നമ്പർ ആളുകളുണ്ട്. കാരണം 3 വിമാനങ്ങളായി പുറപ്പെടേണ്ടതാണ്. പുലർച്ചെ 4:25 പുറപ്പെടേണ്ട വിമാനത്തിനടക്കം അർദ്ധരാത്രിയോടുകൂടി എത്തിയ ആൾക്കാരടക്കം വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു. ഇത്രയും ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയായി. പലരെ സംബന്ധിച്ചിടത്തോളം അതും അന്താരാഷ്ട്ര യാത്രയാണ്. ആ യാത്ര എന്നത് പലപ്പോഴും ലീവ് എടുത്ത് വന്നവരും അങ്ങനെ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടവരും അടക്കമുള്ളവരുണ്ട്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പോ അതിനുശേഷം ബദൽ ക്രമീകരണം സംബന്ധിച്ചുള്ള ഉറപ്പോ ഒന്നും ലഭ്യമാകാത്തതാണ് ഈ യാത്രക്കാരുടെ പ്രതിഷേധത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കുന്നത്. കമ്പനി പ്രതിനിധികളും വിമാനത്താവളത്തിലെ പോലീസും ഒക്കെ ഇടപെട്ട് ഈ മധ്യസ്ഥ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് ലഭ്യമാകാതെ എങ്ങനെ മടങ്ങിപ്പോകാനാകും എന്ന ചോദ്യമാണ് യാത്രക്കാർ ചോദിക്കുന്നത്. ആ നിലയ്ക്ക് അവരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. ശരി സജോ, തുടരുക. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി ചെയ്യുന്നുണ്ട്. വിഷ്ണു, നെടുമ്പാശ്ശേരിയിലെ പ്രതിഷേധം എന്താണ്? ഇതേ പ്രശ്നം തന്നെയാണ് അവിടെയും? എയർ ഇന്ത്യ വിമാനങ്ങളാണ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 2 വിമാനങ്ങൾ അവിടെ നിന്നും റദ്ദാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ പുനഃക്രമീകരണമുണ്ടോ അല്ലെങ്കിൽ ബദൽ സംവിധാനങ്ങളുണ്ടോ? പ്രജിൻ, കണ്ണൂരിലേത് സമാനമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെയും കാര്യം. ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഈ എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദു ചെയ്തത്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മസ്കറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്കുള്ള ഫ്ലൈറ്റുകളാണ് റദ്ദു ചെയ്തത്. ഒപ്പം തന്നെ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തേണ്ട 4 ഫ്ലൈറ്റുകൾ റദ്ദു ചെയ്തിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിലേക്ക് എത്തേണ്ട ഷാർജ വിമാനം 11:30 എത്തേണ്ട ഷാർജ വിമാനം, വൈകിട്ട് 5:45 എത്തേണ്ട മസ്കറ്റ് വിമാനം, 6:30 എത്തേണ്ട ബഹ്റൈൻ വിമാനം, 7:10 എത്തേണ്ട ദമാം വിമാനം, ഇങ്ങനെ 4 വിമാനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതും
റദ്ദ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 മണിയോടുകൂടിയാണ് ഈ പ്രതിഷേധം ആരംഭിക്കുന്നത്. അതായത് ആളുകൾ മസ്കറ്റിലേക്കും ബഹ്റിനിലേക്കും പോകുന്നതിന് വേണ്ടിയുള്ള ഫ്ലൈറ്റുകൾക്ക് തയ്യാറായി എത്തിയതാണ്. പക്ഷേ പെട്ടെന്ന് ഈ കൗണ്ടറിൽ ചോദിക്കുകയും തുടർന്ന് ഇത്തരത്തിൽ ഫ്ലൈറ്റുകൾ റദ്ദ് ചെയ്തതിന് മറുപടി അവർക്ക് ലഭിച്ചു. ഈ മറുപടി മാത്രമാണ് ലഭിച്ചത്. എന്തുകൊണ്ടാണ് ഫ്ലൈറ്റ് റദ്ദ് ചെയ്തതെന്നോ അതല്ലെങ്കിൽ ഈ യാത്ര പിന്നീട് എപ്പോൾ പുനഃക്രമീകരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടായില്ല. തുടർന്നാണ് ആളുകൾ പ്രതിഷേധത്തിലേക്ക് പോയത്. എപ്പോൾ ഈ യാത്ര ക്രമീകരിക്കാനാകും, ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ആയി ക്രമീകരിക്കാനാകും എന്നൊരു മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. ഒരു വേഗമായിട്ടുള്ള മറുപടിയാണ്. അതിൽ കൃത്യത ഇനി എയർ ഇന്ത്യ അധികൃതരാണ് നടത്തേണ്ടത്. പ്രജിൻ. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കിയതാണ് യാത്രക്കാരെ വലച്ചിരിക്കുന്നത്. ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ഇതിനോടകം അധികൃതർ തയ്യാറായിട്ടില്ല. മറ്റിടങ്ങളിൽ രാജ്യവ്യാപകമായ പ്രശ്നമാണെന്ന് പറയുമ്പോഴും ഹൈദരാബാദിൽ നടക്കം ഫ്ലൈറ്റുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് യാത്രക്കാർ തന്നെ പറയുന്നു. അപ്പോൾ അടിയന്തരമായൊരു ഇടപെടൽ വേണം എന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യം, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷുമാണ് വാർത്ത നൽകിയത്.